പറഞ്ഞു വന്നത് ഈ പറയുന്ന രീതിയിൽ ചേട്ടൻ്റെ സമാനാനുഭവമുള്ള എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇപ്പോൾ ഇത് കോളേജ് വിദ്യാർത്ഥികളാണല്ലോ, സ്കൂൾ വിദ്യാർത്ഥികളായ ഇത് കഞ്ചാവാണല്ലോ, MDMAക്ക് വരെ അഡിക്റ്റായ കുറേ അധികം കുട്ടികളുടെ രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട്. അവർ പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല. അതായത് ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് തന്നെ ഒരുപാട് രക്ഷിതാക്കൾ ഇതേ ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അവരൊക്കെ അന്നേ ഇത് പുറത്തോട്ട് പറഞ്ഞയച്ചെങ്കിൽ ആ കുട്ടികൾക്ക് അപകടം പറ്റില്ല. എങ്ങനെ ഈ കുട്ടികൾക്ക് അപകടം പറ്റണത്? ഇപ്പം ഇപ്പോൾ ഈ കളമശ്ശേരി തന്നെ അത് ഉപയോഗമല്ല സാറേ, അത് വിൽപ്പനയല്ലേ, ബിസിനസ്സല്ലേ. അതൊരു ഉപയോഗമല്ല, അത് ബിസിനസ്സാണത്, വലിയ ബിസിനസ്സാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അത്തരം ബിസിനസ്സുകൾ നമ്മൾ കാണാതെ പോകരുത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ പൊതുസമൂഹത്തിന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെ ലീഡർഷിപ്പിൽ ഇത് മാധ്യമങ്ങളെ കൂട്ടിയിട്ട് ഇവരെ നമുക്ക് ഒതുക്കാൻ പറ്റും. നമ്മൾ ഇതിനേക്കാളും വലിയ കെടുതിയിൽ വന്ന ആൾക്കാരല്ലേ. പക്ഷെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ അല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ഈ കുട്ടികൾക്ക് ഈ 2 കിലോ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി, ആ കൊടുത്തതാര്, ആ കുട്ടീനെയല്ല നമ്മൾ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ടത്, ആ കൊടുത്തതാര്. ഇപ്പം നമ്മൾ 1 മാസം മുമ്പാണ് ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്നത്. അതിനുശേഷം നമ്മൾ എത്ര കേസുകൾ പിടിച്ചിട്ടുണ്ട്? ആ പിടിച്ചതിൽ എത്ര ഈ ഡീലർമാർ, അത് കൊടുത്ത ആൾക്കാർ നമ്മൾ മാധ്യമങ്ങൾ വിളിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്? അത് കൊണ്ടുവരണ്ടല്ലേ. അതിൽ ശരിക്കും മാധ്യമങ്ങളുടെയും ഈ പോലീസിൻ്റെയും ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഉത്തരവാദിത്വം. ഞങ്ങൾ ഈ രക്ഷിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ മാധ്യമങ്ങളിൽ ഇതൊക്കെ ഏതെങ്കിലും വിരലിലുണ്ടാവുന്ന ആൾക്കാരല്ലേ എന്നെ പോലുള്ള ഉള്ളൂ. ബാക്കി എല്ലാവരും സ്വയം നീറി ചാവുമുണ്ട് ഇല്ലേ. എന്നെ പോലെയുള്ള എത്ര പേരുണ്ട്? 1-2 പേര് വിരലുണ്ടാവുന്നവരുണ്ടാവും ഇങ്ങനെ പ്രതികരിക്കുന്നവർ. ബാക്കിയൊക്കെ നാണക്കേട് വിചാരിച്ച് കുറേ ആത്മഹത്യ ചെയ്യും, കുറേ പേര് നീറി ജീവിതം തീർത്തുകളയും. പക്ഷെ അവിടെ സമൂഹത്തിന് ഉത്തരവാദിത്വമില്ലേ, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പോലീസിന്, എക്സൈസിന്, മാധ്യമങ്ങൾക്ക് അത് നിർവഹിക്കണ്ടേ? അല്ല നമുക്കൊരു കുറ്റപ്പെടുത്തലിൻ്റെ സമയമല്ല ഇത്. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇത് ശരിക്കും കുട്ടികൾ വരെ ഇരകളാണത്. ഇത് വലിയൊരു ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്സല്ല, വലിയൊരു ബിസിനസ്സാണ്. അതൊരു കർപ്പൂരത്തിൻ്റെ അത്രം വലിപ്പമുള്ള ഒരു കഷ്ണം ഈ MDMA മറ്റേ മെത്ത്, അതിനൊക്കെ 1500 രൂപ വില. അതെ, ഇന്നും ഇവിടെ വടകരയിൽ എന്തോരം ബൈക്കുകളെ പിടിച്ചേക്കണം ഈ കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് പിടിച്ച് കണ്ട് ഉപേക്ഷിച്ച് കളയാണല്ലോ. ഒന്നല്ല വിൽക്കാൻ ശ്രമിക്കും, വിൽക്കാൻ പറ്റിയിട്ട് വല്ലയിടത്തും കളയും. അങ്ങനെ അത് എറണാകുളത്ത് തന്നെ എത്ര അനുഭവം ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ. കുട്ടികൾ ആദ്യം പശയിലൊക്കെ തുടങ്ങി വരുന്ന സംഭവങ്ങളാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഒരിക്കലും സംരക്ഷിക്കാൻ നിൽക്കരുത്. അത് ആ കുട്ടിയോട് ചെയ്യണ, അല്ലെങ്കിൽ സമൂഹത്തിനോട് ചെയ്യണ ഏറ്റവും വലിയ പാതകമാണത്. ഞാൻ തുറന്നു പറയും, ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് സംഭവിച്ച് എനിക്ക് ഒളിച്ചു വെക്കായിരുന്നല്ലോ. ആ ഒരു ഉത്തരവാദിത്വമെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. ചേട്ടൻ്റെ മകൾക്ക് ഇപ്പം എങ്ങനെ ഓക്കെ അല്ലേ? അവൾ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ രീതിയിൽ അവൾ ഇതിനേക്കാളും നന്നായിട്ട് അവൾ കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ആ സംഘവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഇല്ല പൂർണ്ണമായും ഇല്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായിട്ട് ഇടപോലെ. ഞാൻ പറഞ്ഞത് പോലീസും എല്ലാവരും നല്ലതാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി.